നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളുകളിൽ ഇപ്പോൾ സ്പോർട്സും ആർട്സും ശാസ്ത്രമേളകൾ കൊണ്ടൊക്കെ സമ്പന്നമായിരിക്കും. അങ്ങനെ മേളകൾ കൊണ്ട് സമ്പന്നമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു സീസൺ. ചില കുട്ടികളുടെ സ്കൂളിൽ ഇപ്പോൾ മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പോർട്സ് ആർട്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആളുകൾ ഇപ്പം ഇനി വരുന്ന ആഴ്ചകൾ നടക്കാൻ പോകുന്നുണ്ടാവും. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ സ്പോർട്സ് നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു 3000 മീറ്റർ ഓട്ട മത്സരം, അല്ലെങ്കിൽ ഒരു 5000 മീറ്റർ ഓട്ട മത്സരം, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഒരു 1500 മീറ്റർ ഓട്ട മത്സരമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ കുറേ ഒരു 2-3-4 റൗണ്ടൊക്കെ ഓടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങും. കൈ ഇങ്ങനെ വേദനിക്കും, കാല് വേദനിക്കും, ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വേദനിക്കും. അങ്ങനെ ഒരു കടച്ചിലൊക്കെ ഫീൽ ചെയ്യും. അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ചിന്തിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. അതായത് നിങ്ങളെ 3rd ചാപ്റ്റർ ഉണ്ട്, നമ്മളെ ബയോളജിയിലെ 3rd ചാപ്റ്റർ, അതായത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന നമ്മൾ 3rd ചാപ്റ്ററിൽ അതിൻ്റെ റീസൺ കൃത്യമായി പറയുന്നുണ്ട്. അതായത് അനൈറോബിക് റെസ്പിറേഷൻ, അവായു ശ്വസനം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ റീസൺ. അതായത് നമ്മളിപ്പോൾ എന്തൊരു പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. എന്ത് വേണം? എനർജി. ഈ എനർജി റിലീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത്? സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം. ഇതിന് 2 സ്റ്റേജാണ്, ക്രെബ്സ് സൈക്കിളും പിന്നെ അതുപോലെ തന്നെ ഗ്ലൈക്കോലിസിസും. അതിൽ ആ ക്രെബ്സ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ ഇങ്ങനെ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യും? എനർജി ഇങ്ങനെ റിലീസ് ചെയ്യും. പക്ഷേ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ, ഒരു 1500 മീറ്റർ ഒക്കെ ഓടുമ്പോൾ 4ാമത്തെ 5ാമത്തെ റൗണ്ടൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾക്ക് പിന്നെ മതിയായ അളവിൽ എന്ത് ചെയ്യും? ഓക്സിജൻ കിട്ടാതെ വരും. അത്തരത്തിൽ മതിയായ അളവിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അവിടെ ഓക്സിജൻ ഇല്ലാതെ എന്ത് ചെയ്യും? ശ്വസനം നടക്കും. ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടക്കും. ഓക്സിജൻ റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അനൈറോബിക് റെസ്പിറേഷൻ. അങ്ങനെ അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ശ്വസനം അവിടെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ഫോം ചെയ്യുന്നറിയോ? ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. ആ ഒരു ഭാഗങ്ങളിൽ എന്ത് ഫോം ചെയ്യും? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എവിടെ ഫോം ചെയ്തോ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വേദനയും കടച്ചിലും ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറേ നേരം ഓടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 1500, 2000, 3000 മീറ്റർ ഒക്കെ ഓടുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, വെറുതെ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ, നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാനും പറ്റും, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.